ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് വിവരം കുറഞ്ഞ ചില സഹോദരന്മാരുടെ കയ്യിൽ തന്നെ വെള്ളിയുടെ വളയും അതുപോലെ തന്നെ വെള്ളിയുടെ ഒരു ചെയിനും. അതെന്താ സംഗതി? വെള്ളിൻ്റെ മോതിരാണ് നമുക്ക് ഹലാലാക്കിയത്. ഇതെന്താ വെള്ളി വള? വള സഹോദരിമാർക്കല്ലേ, ചെയിനും അവർക്കല്ലേ. ദീന് പഠിപ്പിക്കാത്ത സുഖം അല്ലാഹു തആല നിഷിദ്ധമാക്കിയ രീതിയിലുള്ളത് നമ്മളത് സ്വീകരിക്കാനോ പുതിയ മോഡലാക്കിയിട്ടത് എടുക്കാനോ പാടില്ല. ദീൻ എങ്ങനെയാണോ ശരീഅത്ത് എങ്ങനെയാണോ അനുവദിച്ചത് ആ അനുവദിച്ച സുഖം മാത്രമാണ് സുഖിക്കേണ്ടത്, അല്ലാത്തത് പാടില്ല. ഉപ്പമാര് പറയണം, നല്ല സമ്പന്നനായ വ്യക്തി പ്രവാസ ലോകത്ത് നിന്ന് 4-5 വർഷം പ്രവാസ ജീവിതം കഴിഞ്ഞ് പുതുജീവിതത്തിലേക്ക് പാദമൂന്നാൻ വേണ്ടി ലീവിന് നാട്ടിൽ വന്നതാണ്. ഇഷ്ടംപോലെ സമ്പത്ത് വാപ്പക്ക് നേരത്തെ അയച്ചു കൊടുത്ത മോനാണ്. ഇതൊക്കെ ശരിയാണ്, നല്ല മോനാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ മോന് വന്ന് പുതുജീവിതം ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു താല്പര്യം, കല്യാണത്തിൻ്റെ അന്ന് അവൻ്റെ കൈയിൻ്റെ ഉള്ളനടിയിൽ മൈലാഞ്ചി കൊണ്ട് കുറച്ച് ചിത്രങ്ങൾ വരക്കണം, മൈലാഞ്ചി കൊണ്ട് കുറച്ച് കൊത്തുപണികൾ നടത്തണം, ചില ചിഹ്നങ്ങളും ചില പേരുകളും സ്ഥാനപ്പേരുകളും ചില മുദ്രാവാക്യങ്ങളുമൊക്കെ എന്തൊക്കെയാണ് നമുക്കിലൂടെ പറയാൻ മടിയുണ്ട്. അതൊന്ന് കൈയിൻ്റെ ഉൾഭാഗത്തൊന്ന് തേച്ചു വെക്കണം. ഉപ്പമാര് പറയണം മക്കളോട് പാടില്ല, പറ്റില്ല മോനെ, നമുക്കത് ഹറാമാണ്. മൈലാഞ്ചി കൈയിനും കാലിനും തേക്കുന്നത് സുന്നത്തുള്ളത് തന്നെ വിവാഹിതരായ സഹോദരിമാർക്കാണ്. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ തന്നെ അവിവാഹിതരായ പെൺകുട്ടികൾക്കത് കറാഹത്താണ്. കറാഹത്ത് ചെയ്യാനുള്ളതല്ല, ഉപേക്ഷിക്കാനുള്ളതാണ്. കറാഹത്ത് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ നിയമത്തെ താഴ്ത്തിക്കെട്ടരുത്. അത് വിവരത്തിൻ്റെ കുറവ് കൊണ്ടാണ്. കറാഹത്ത് എന്ന് പറയുന്നത് ഉപേക്ഷിക്കാനുള്ള നിയമമാണ്. കറാഹത്തല്ലേ ഉള്ളൂ, ഹറാമൊന്നും ആക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കറാഹത്ത് എന്ന നിയമത്തെ ചെറുതാക്കരുത്, നിസ്സാരപ്പെടുത്തരുത്. പണ്ഡിതന്മാരങ്ങനെ കറാഹത്ത് എന്ന് നമ്മെ പഠിപ്പിച്ചോ, നമ്മളത് സ്വീകരിക്കേണ്ടവരാണ്. അവരുടെ വാക്ക് തള്ളിയിട്ട് നമ്മുടെ സ്വന്തം അഭിപ്രായ പ്രകാരം അത് സാരമില്ലെന്ന് വെക്കരുത്. 10,000-ഉം 20,000-ഉം ചെലവഴിച്ച് പെരുന്നാൾ രാവുകളിലോ മറ്റു ആഘോഷ ദിവസങ്ങളിലോ മൈലാഞ്ചി ട്യൂബ് കൊണ്ടുവന്ന് നിറക്കുന്നതിൽ ഉപയോഗപ്പെടുത്തുന്നത് അത് സുന്നത്തുള്ള ആളുകൾ മാത്രമാകണം, ഹറാമുള്ളവർ ആകരുത്, അതുപോലെ കറാഹത്തുള്ളവരുമാകരുത്. കല്യാണം നടക്കുമ്പോൾ ആ വീട്ടിൽ വന്നിരിക്കുന്ന വിവാഹിതരായ സ്ത്രീകളൊക്കെ മൈലാഞ്ചി ഇട്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷേ കല്യാണം പെട്ടെന്ന് നടന്നിട്ട് പുതുമാരന് പോകണം. അപ്പോഴാണ് മറ്റൊരു റൂമിൽ മുഴുത്തദ്ദത്തായ ഒരു പെണ്ണ് ഇരിക്കുന്നൊരു പെണ്ണിൻ്റെ മുന്നിലേക്ക് മൈലാഞ്ചി പാത്രവുമായി ചെല്ലുന്നു. ഇരിക്കുന്ന പെണ്ണിനും മൈലാഞ്ചി ഇടൽ ഹറാമാണ്. ദീനിൻ്റെ നിയമം പോലെ പരിരക്ഷിക്കണം. അതുപോലെ അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം. നിയമത്തിന് എതിരായി ചെയ്യുമ്പോൾ ബാപ്പമാര് മക്കളെ ഉപദേശിക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ അബ്ദുൽ മലിക്കിനെ ഉപദേശിച്ചതുപോലെ ഭരണരംഗത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം സ്വീകരിച്ചപ്പോൾ ഇസ്ലാമിക ലോകത്തിൻ്റെ മൊത്തം ഭരണമാണ്. തൻ്റെ മകൻ അബ്ദുൽ മലിക്കിന് മദീനയുടെ ചെറിയൊരു ഭരണം കൊടുത്തൊരു പഞ്ചായത്ത് ഭരണം എന്ന് കൂട്ടിക്കോളൂ. ഭരണക്കസേര കിട്ടിയ മകൻ 1000 ദിർഹമിന് നല്ല വിലപിടിപ്പുള്ളൊരു മോതിരം വാങ്ങി. വെള്ളിയുടെ മോതിരമാണ്, സ്വർണ്ണമൊന്നും അല്ല. പക്ഷേ മോതിരത്തിൻ്റെ ആ കല്ലിന് ഉയർന്ന വില കൊടുക്കേണ്ടി വന്നു. പിതാവായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞപ്പോ മകനൊരു കത്തെഴുതിയിട്ട് പറഞ്ഞു, മോനെ, നിന്നെ ഭരണക്കസേരയിൽ ഇരുത്തിയത് ഖജനാവ് മുടിപ്പിക്കാനല്ല, സുഖജീവിതം നയിക്കാനല്ല.
1000 ദിർഹമിനൊരു മോതിരത്തിൻ്റെ കല്ല് നീ വാങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. ആ മോതിരം നീ വിൽക്കണം. 1000 പട്ടിണിപ്പാവങ്ങൾക്ക് അതുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. പകരം നീ ഒരു ഇരുമ്പിൻ്റെ മോതിരം ധരിക്കണം. ചൈന നിർമ്മിതമായ ഒരു ഇരുമ്പിൻ്റെ മോതിരം വാങ്ങിക്കോ. എന്നിട്ട് നീ അത് ധരിച്ചോ മോനെ. ആ മോതിരത്തിൻ്റെ കല്ലുള്ള ഭാഗത്ത് ഒരു കുറിപ്പ് നീ എഴുതി വെക്കണം. റഹിമല്ലാഹുംറഅൻ അറഫ ഖദ്റ നഫ്സിഹി. സ്വന്തം നിലവാരം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവന് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്നൊരു വാക്യം അതിൻ്റെ മേലെ നീ എഴുതി വെക്കണം. ഇടക്കിടക്ക് നിനക്കത് വായിക്കാമല്ലോ. എന്നിട്ട് ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ. ഭരണം കിട്ടിയ എൻ്റെ മോനല്ല കുറച്ചൊക്കെ അടിച്ചു പൊളിക്കട്ടെ എന്നല്ല തീരുമാനിച്ചത്. അത് പറ്റൂല. ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തേണ്ട, അവർക്ക് പലതിനും ഉപയോഗിക്കേണ്ട ആ കാശെടുത്തിട്ടൊരു മോതിരം വാങ്ങിയിട്ടുള്ള ഒരു സുഖം പോലും മഹാനവറുകൾ അംഗീകരിച്ചില്ല. വേറൊരു മോന് ആവശ്യപ്പെട്ടു മഹാനവറുകളോട്, എനിക്ക് രണ്ടാമത്തെ ഒരു പെണ്ണിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മഹർ വാങ്ങാൻ കാശില്ല, പൊതുഖജനാവിൽ നിന്ന് കുറച്ച് കാശ് തരുമോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ മകനോട് തിരിച്ച് എഴുതി കൊടുത്ത എത്തുന്നറിയോ? ഇസ്ലാമിക ലോകത്ത് എവിടെയും ഒരു ഫക്കീറും ഒരു മിസ്കീനും ഇല്ല എന്ന് പറയുന്ന ഒരു കാലം വരുമ്പോൾ നീ വന്ന് ചോദിക്കുക, അപ്പം തരാന്ന്. ഇസ്ലാമിക ലോകത്ത് മക്കത്തും മദീനത്തും മാത്രമല്ല, ഹിജാസിൽ മൊത്തം മരിച്ചു പെറുക്കിയിട്ട് എവിടെയില്ല ഒരു ഫക്കീറും ഇല്ല ഒരു മിസ്കീനും ഇല്ല. അങ്ങനത്തെ ഒരു കാലം വരട്ടെ. അന്ന് നിനക്ക് മഹർ വാങ്ങാനുള്ള സഹായം തരാം. മഹർ വാങ്ങാൻ ബൈത്തുൽ മാലിൽ നിന്ന് എൻ്റെ മോനാ നിർത്തി നിനക്ക് പണോ ഇല്ല. ഇപ്പോഴത്തെ ആൾക്കാർ പഠിക്കേണ്ട വിശാലമായ പാഠങ്ങളാണത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലമാണ് ഭരിച്ചതെങ്കിലും ഒരൊറ്റ കുട്ടിയെയും ഭരണത്തിൽ നിന്നൊരു ചെറിയ നാമ്പെടുത്ത് സുഖിക്കാൻ അനുവദിച്ചിട്ടില്ല. ദുനിയാവിനെ അങ്ങനെ പാകപ്പെടുത്തി ജീവിക്കണം. അല്ലാഹു തആല ദുനിയാവിനെ തന്നത് അതിനാണ്. പാകപ്പെടുത്തി ജീവിക്കാതെ നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നത് പരീക്ഷണ ലോകമാകുന്ന നരകമാണ്. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലം വസഈറാ. നന്ദി കെട്ട ആളുകൾക്ക് നാം തയ്യാറാക്കി വച്ചിരിക്കുന്നു നിഷേധികൾക്ക് അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെ തള്ളിക്കളഞ്ഞ് താന്തോന്നികളായി ജീവിക്കുന്നവർ എല്ലാം അപ്പറഞ്ഞ വാക്കിൽപ്പെട്ടു. ആ മനുഷ്യന്മാർക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്നത് സലാസില, ചെങ്ങലകളെയാണ്. ഏത് ചെങ്ങലാന്നറിയോ? വലിച്ചു കൊണ്ടുപോകുന്ന ചെങ്ങലകൾക്കാണ് സലാസിൽ എന്ന് പറയുന്നത്. അതിന് നീളം കുറച്ച് കൂടുതലുണ്ട്. 70 ദിറാഅൻ ഫസ്ലുക്കൂ. 70 മുഴം നീളമുള്ള ചെങ്ങല, നീണ്ട ചെങ്ങല, വലിച്ചു കൊണ്ടുപോകാനുള്ള ചെങ്ങലയാണ്. വഅഗ്ലാല, കുരുക്കഴിക്കാൻ കഴിയാത്ത കുടുക്ക് ചെങ്ങല. രണ്ടും 2 തരത്തിലുള്ള ചെങ്ങലയാണ്. ഒന്ന് നരകത്തിൽ ബന്ധിപ്പിക്കാനുള്ള ചെങ്ങലയാണ്. അതൊന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ കഴിയുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ഭാഗം എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കാൻ കഴിയുമോ? ഇല്ല. അത്രയും കുടുക്ക് ചെങ്ങലക്കാണ് അഗ്ലാൽ എന്ന് പറയുന്നത്. വസഈറാ, കത്തിക്കരിക്കുന്ന അഗ്നിയും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ അഗ്നിയിൽ അവരെ പ്രവേശിപ്പിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും പഴുത്ത് ഓരോ ഭാഗങ്ങളും പഴുത്ത് കരിഞ്ഞിങ്ങനെ വീണ് ഓരോ ഭാഗങ്ങളും കരിഞ്ഞു വീഴുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ശരീരത്തിൻ്റെ മാംസപേശികൾ ഓരോന്നും കൊഴിഞ്ഞു വീണു. കുടിക്കാൻ നരകത്തിൽ നിന്ന് കൊടുക്കുന്ന വെള്ളം കയ്യിലേക്ക് എന്തുമ്പോഴേക്ക് ചുണ്ടും മൂക്കും പല്ലുമൊക്കെ അതിലേക്ക് അങ്ങനെ ചൂടുകൊണ്ട് പറഞ്ഞു വീണു. കുടിക്കാൻ വേണ്ടി ദാഹത്തിൻ്റെ ഊക്കുകൊണ്ടങ്ങനെ ശ്രമിച്ചൊരു മുറുക്ക് തായോട്ടങ്ങനെ വായിലൂടെ അങ്ങനെ ഇറക്കുമ്പോൾ കുടൽമാലയടക്കം അവിടെ നിന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ പ്രവേശിക്കുന്നൊരു ഭാഗത്തിലൂടെ ദാഹം ശമിക്കൂല.
ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും സന്തോഷകരമായ ഒരവസ്ഥയും ലഭിക്കൂല. ഓരോ ഭാഗങ്ങളും കത്തിക്കരിഞ്ഞിങ്ങനെ തായോട്ട് വീണ് അസ്ഥികൂടമായി മാറുമ്പോൾ ആ അസ്ഥിയിലേക്ക് വീണ്ടും അല്ലാഹു തആല ബോഡി കൊടുക്കുന്നു. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, കത്തിക്കരിഞ്ഞ് വീണ ആ ശരീരത്തിലേക്ക് പകരമായി വീണ്ടും തൊലി കൊടുക്കുന്നു. നല്ല കട്ടിയും കനവും ഉള്ള തൊലി. ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ തീരുന്ന ശിക്ഷയാണോ? അല്ല. കാലാകാലവും നരകത്തിൻ്റെ ചൂട് ഡിഗ്രി കുറയാത്ത രീതിയിൽ സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്, ശിക്ഷക്ക് പുറമെ വീണ്ടും ശിക്ഷ നമ്മളിങ്ങനെ കൂട്ടിക്കൊടുക്കും. ദുനിയാവിൽ ഒരു സുഖത്തിൻ്റെ പിന്നാലെ മറ്റൊരു സുഖം, അതിൻ്റെ പിന്നാലെ വേറൊരു സുഖം, അങ്ങനെയല്ലേ ആസ്വദിച്ചിരുന്നത്? ഹറാമായ പാനീയങ്ങൾ മുഴുവനും, നിഷിദ്ധമായ ബന്ധങ്ങൾ മുഴുവനും, നിഷിദ്ധമായ മാംസങ്ങൾ മുഴുവനും കൊത്തി വലിച്ച് പെറുക്കിയെടുത്ത് തിന്നവരല്ലേ. അതിന് പകരം ഓരോന്നിനും ഓരോ തരത്തിലുള്ള ശിക്ഷയാണ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു കാലത്തും പുറത്തു കടക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹു തആല അവർക്കൊരുക്കിയിരിക്കുന്ന സഈർ, കത്തിജ്വലിക്കുന്ന നരകം, സഹോദരങ്ങളെ, ചിന്തിക്കാനും മനസ്സിലാക്കാനും തന്നെ കഴിയാവുന്നതിലപ്പുറമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ കത്തിജ്വലിക്കുന്ന നരകം അവർക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ആർക്ക്? നന്ദി കെട്ട രീതിയിൽ ദുനിയാവിൽ ജീവിതം നയിക്കുന്നവർക്ക്. അല്ലാഹു നമുക്ക് നൽകിയ ഈമാൻ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ.